വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഗുരുവായൂര് ഉച്ചപൂജ തൊഴാൻ വേണ്ടി വന്നാണ് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലയില് ഗംഭീര മഴയാണ്, സൂപ്പർ മഴയാണ് തൃശ്ശൂർ. അപ്പൊ നമ്മളെന്താ ഗുരുവായൂര് മഴ ഉണ്ടെങ്കിലും ശരി, എന്ത് മഴയാണെങ്കിലും ശരി, ഭക്തജനങ്ങള് ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ. അപ്പൊ ഞങ്ങള് തൊഴാൻ വേണ്ടി നമ്മള് ഉള്ളിൽ കയറിയപ്പോ അവിടെ ഓഡിറ്റോറിയത്തില്, അതായത് നമ്മുടെ മേൽപ്പത്തൂർ സ്റ്റേജില് ഡാൻസ് പ്രോഗ്രാമുകള് കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ വന്നാലും ശരി, എന്ത് വന്നാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യാതൊരു കുഴപ്പമില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും അതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പൊ ഇന്നിപ്പോ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പൊ നിരഞ്ജന് യൂണിഫോം മേടിക്കണം. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒരു ഷോപ്പിൽ കിട്ടും. യൂണിഫോം റെഡിമെയ്ഡ് അടിച്ച് കിട്ടും. അപ്പൊ അത് നമുക്കത് മേടിക്കണം പോയിട്ട്. അപ്പൊ നമുക്ക് അടുത്ത മഴ വരുമ്പോഴേക്കും നമുക്കത് പോയിട്ട് മേടിക്കാം. ഓക്കെ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ചൊവ്വലൂർപ്പടി പറഞ്ഞ സ്ഥലത്താണ് ഇത്. അപ്പൊ ഇവിടെ ആയിഷ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ നിരഞ്ജന്റെ സ്കൂളിലത്തെ ശ്രീകൃഷ്ണ സ്കൂളിലത്തെ യൂണിഫോം റെഡിമെയ്ഡ് ഒരുപാട് മഴ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. അപ്പൊ നമുക്ക് കേറിയിട്ട് യൂണിഫോം എടുക്കാൻ നമുക്ക്. ഇതാണ് യൂണിഫോം ഷർട്ടിന്റെ കളറ്. നമുക്ക് അളവ് കൃത്യമായിട്ടുള്ളത് നമുക്ക് എടുത്തു. എനിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബുക്ക്, ബാഗ്, പെൻസിൽ സ്കെയില്, പിന്നെ സാധനങ്ങൾ കാണിക്കും. എന്താണെന്ന് മനസ്സിലാവണ്ടേ സബ്ജക്ട്. ഇങ്ങനത്തെ സ്ലേറ്റ് ആണ് ഈ LKG UKG ഞാൻ പണ്ട് ഉപയോഗിച്ചോണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിന് പകരം കമ്പയിൽ മുത്ത് പിടിപ്പിച്ചിട്ട് ക്ലാസ്സിനിടെ കിടന്നിട്ട് അങ്ങോട്ട് മുട്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ അവിടെ പൊതിഞ്ഞ് ബാഗിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാനും സുഖമാണ്. ഞാനത് പ്രതീക്ഷിച്ചില്ല. സെപ്പറേറ്റ് ഒരു കവറിലാക്കി വെച്ചു. അതിനകത്ത് സുഖം അതൊക്കെ കൊണ്ടുനടക്കും. അങ്ങനെ ജൂൺ 2 സ്കൂളിൽ പോകണം. മുമ്പായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ച സ്കൂൾ കിറ്റ്. ഇതിപ്പോൾ ആരും കിട്ടും, എല്ലാം ഉള്ളതുകൊണ്ട് അടുത്തേക്ക്. അപ്പോൾ അത്യാവശ്യം സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്കൂളിലേക്ക് സാധനം വാങ്ങിക്കാൻ നമുക്കൊന്നും എടുക്കാൻ ആവശ്യമുണ്ട്. അതേപോലെ നമുക്ക് മൈസൂർ പാക്ക് വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളൊരു ട്രാവലിംഗ് വ്ളോഗ് എടുക്കണ വെച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മള് ഗുരുവായൂർ അമ്പലത്തിന്റെ ചുറ്റുപുറം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി എടുക്കണ വെച്ചിട്ടായിരുന്നു. പക്ഷെ അതെന്താ സംഭവിച്ചിട്ട് ഞങ്ങള് യൂണിഫോം മേടിക്കാണ്ടി പോയപ്പോ അവിടെ ഇരുട്ടാണ്, കറണ്ട് ഇല്ല, ഒന്നുമില്ല. മറ്റേ ഡ്രസ്സ് എടുക്കാനോ ഷർട്ട് എടുക്കാൻ വേണ്ടിട്ടോ പാന്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ മഴ പെയ്യൽ തുടങ്ങി. മഴ യൂണിഫോം എടുക്കാൻ പോയെടുത്ത് മൊത്തം ഇരുട്ടായിരുന്നു. അതൊക്കെ സംഭവിച്ചു. അപ്പൊ അല്ലെങ്കിൽ ഞങ്ങളൊരു മൊത്തത്തില് ഒരു വ്ളോഗ് ആയിട്ട് മറ്റേ ട്രാവലിംഗ് വ്ളോഗ് ആയിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നപ്പോ ചായ കുടിച്ചു, ഷോട്ട് എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, മെയ് പകുതി ജൂൺ അവസാനം അങ്ങനെയൊക്കെ ആകുമ്പോ ഈ മഴയൊക്കെ ഉണ്ടാവും സ്വാഭാവികം. അപ്പൊ മഴ ഇല്ലെങ്കിൽ അവസാനം ചോദിക്കുക വെള്ളം കിട്ടുമോ, തീർന്നില്ലേ? പക്ഷെ അതിന് തണുപ്പും കാര്യങ്ങളും ചായ കുടിക്കും പ്രത്യേക അനുഭവവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും നല്ല മഴയായിരിക്കും. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഈ തോടുകളോ പാടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇറങ്ങാതെ നമ്മൾ സേഫ് ആയിട്ട് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ മഴ പെയ്യണ വേറൊരു കാര്യം പറയാം, അമൃതം ഓവറായിക്കഴിഞ്ഞാൽ വിഷമമെന്ന് പറയില്ലേ? അധികമായാൽ അമൃതവും വിഷം. അതെ, അധികമായ അമൃതവും വിഷം. അത് തന്നെ. അതുപോലെ മഴ ഇച്ചിരി ഓവറായിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കെ അപ്പൊ ഓരോരുത്തരും സേഫ് ആയിട്ട് അവരവരുടെ സ്ഥലത്ത് ഇരിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുണ്ടിലേക്കോ വെള്ളത്തിലേക്കോ ഒന്നും ഇറങ്ങാതിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മഴവെള്ളം ഒലിച്ചു വരുമ്പോ അത് കൂടെ കണ്ണിക്കണ്ട ഇഴജന്തുക്കളൊക്കെ ഒലിച്ചു വരും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മള്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ പെട്ടെന്ന് രാത്രിയാവും കുറെ കഴിഞ്ഞല്ലേ? ഇരുട്ടായി പെട്ടെന്ന്. ഇപ്പൊ 5 മണി അങ്ങോട്ടായിട്ടോ. 5 മണി ആയിട്ടുള്ള ഇരുട്ടായി. പറയണ്ടല്ലോ, നല്ല വെയിറ്റ് അല്ലോ. അയാളൊക്കെ വെച്ചപ്പോ നല്ല പേര്. അപ്പൊ നമ്മള് യൂണിഫോം വാങ്ങിക്കാൻ പോയപ്പോ അവിടെ ഫുള്ള് മഴയും അതുപോലെ കറണ്ടും പോയായിരുന്നു. അതായിരുന്നു തന്നെ അവിടുത്തെ വീഡിയോസ് ഒന്നും പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഇതാണ് കേട്ടോ യൂണിഫോം സ്കൂളത്തെ. ഇതാണ് യൂണിഫോം.
ഷർട്ട്. പിന്നെ പാൻറ് എന്ന് പറയണത് ഒരു ഈ കളറാണ്. അത് ഐഷ ടെക്സ് ആൻഡ് സാരീസിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇല്ലേ. ആണ് പാൻറ്, ഷർട്ട്. നല്ല കളറാണ് എന്തായാലും. ഈ സ്റ്റഫാണ് എനിക്ക് അത്ര ഇതായത്. എന്ന് വെച്ചാലേ മഴ 2-3 മാസം ഉണ്ടാവുള്ളൂ, അതിന് മൊത്തം ചൂടാണ്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, ഭയങ്കര ടഫാണ് നടക്കാനും. ഈവന് ഭയങ്കര ചൂടും പെട്ടെന്ന് കറക്കും ചെയ്യാൻ. കാരണം എന്താണ് എനിക്ക് ഈ സ്റ്റഫ് ഇഷ്ടമല്ല. കോട്ടനൊക്കെ ഇങ്ങനത്തെ വരികയാണെങ്കിൽ എന്താ വന്നേനെ അല്ലേ, അടിപൊളിയായിരുന്നു ഞാൻ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ബാഗ്, സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. പിന്നെ ബുക്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കോമിക്സിൻ്റെ ബുക്കാണ് ഫുള്ള് വാങ്ങിച്ചിട്ടുള്ളത്. വരയുള്ളത് മാത്സിനൊക്കെ വരല്ലാത്താണല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ കോമിക്സിൻ്റെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ്. പിന്നെ ഇതൊരു സെറ്റാട്ടോ. ഇത് പേന, പെൻസില്, സ്കെയില്, കട്ടർ, റബ്ബർ ഇതൊക്കെ ആയിട്ട് ഒരു സെറ്റാണിത്. പിന്നെ സെപ്പറേറ്റ് ഒരു വാനിറ്റി വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ ബുക്കൊക്കെ വാങ്ങിച്ചപ്പോൾ പൊതിയണല്ലോ നമ്മൾ. പൊതിയാൻ വേണ്ടിയിട്ട് അതിനുള്ള പേപ്പറും പിന്നെ സ്ലിപ്പ്, പേരും സംഭവവും കാര്യങ്ങളും എല്ലാം എഴുതാനുള്ളതുണ്ട്. പിന്നെ ഇതാ ക്യാബിൻ്റെ പശ, എല്ലാം കൂടി അവസാനം വെക്കാനുള്ളൊരു പൗച്ച്. അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ സ്കൂളിലേക്ക് ഇപ്പോൾ തുറന്നിട്ടില്ല, 2-ാം തീയതിയാണ്. അതിന് മുന്നേ നമ്മൾ വാങ്ങിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ചിലരുണ്ട് സ്റ്റിക്കർ എന്ന് വെച്ചാൽ സൂപ്പർമാൻ്റെ, സ്പൈഡർമാൻ്റെ, മാർവൽസിൻ്റെ, അതുപോലെ പല സ്റ്റിക്കേഴ്സ് ഉണ്ട്. കാറിൻ്റെ, ബൈക്കിൻ്റെ, ജോക്കർ, അങ്ങനെ പലതരത്തിലെ ഫോട്ടോസൊക്കെ ആയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനത്തെ പ്ലെയിനൊക്കെ വാങ്ങിച്ച് ഒട്ടിക്കണതാണ് എനിക്കിഷ്ടം. ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കുന്ന പ്രത്യേക ഒരു ഭംഗിയൊക്കെയാണ് കാണാൻ. അതുപോലെ തന്നെ മഞ്ഞ കളറുള്ളതുണ്ട്, അതുപോലെ ഓരോ കമ്പനിയുടെ ഉണ്ടത്. പിന്നെ പത്രം കൊണ്ട് പൊതിയാൻ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒക്കെ ഞാൻ ഉപയോഗിക്കാൻ എത്ര ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനത്തെ കളറുണ്ടല്ലേ, ഈ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. പിന്നെ കോമിക്സ് കാര്യങ്ങളൊക്കെ നല്ല ബ്രാൻഡാണ്. ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കണത്. അങ്ങനെ ഫുൾ സെറ്റാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. ഒരു സ്കൂൾ കിറ്റും തന്നെ നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞില്ല കുറച്ച്. അപ്പൊ നമുക്ക് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നല്ല തണുപ്പാട്ടോ.